അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗേഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചതിൽ വൻ പ്രതിഷേധം. മരിച്ച പള്ളിപ്പാട് സ്വദേശി രാജേഷ് കുടുംബത്തിന്റെ ഏക അത്താണിയെന്ന് ബന്ധുക്കൾ. നഷ്ടപരിഹാരം ഉറപ്പാക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. നാളെ ഇങ്ങനെ ഒരാൾ മരിക്കപ്പെടാൻ പാടില്ല. കാരണം ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങൾ, ഒരു ഭാര്യ, ഒരച്ഛനും അമ്മയും, ഇവരൊക്കെ അനാഥമാകുമല്ലേ. ആർക്കും നാളെ ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവരുതെന്നും അതിനർഹമായ നഷ്ടപരിഹാരവും കിട്ടണമെന്നുള്ള ഉറപ്പ് ലഭിക്കാതെ ബോഡി ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പ് വരണം. കാരണം ദേശീയപാത അതോറിറ്റിയുടെയാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി എങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തരേണ്ട അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ഇവിടെ തന്നെ തുടരും. ഇതിന് തീരുമാനമാകാതെ ഞങ്ങൾ പോകത്തില്ല. ഇന്ന് പുലർച്ചെ ചന്തിരൂരിലുണ്ടായ അപകടത്തിലാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ തകരാറെന്നാണ് അധികൃതരുടെ വിശദീകരണം. കരാർ കമ്പനിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. കളക്ടർ ഉത്തരവുണ്ട്. ഇതിനകത്ത് ഈ ഗാർഡൻ ഉണ്ടല്ലോ, ഈ പറഞ്ഞേക്കുന്ന ഈ വെച്ചേക്കുന്ന സംഭവം ഇത് മാറ്റിയിട്ട് ഇത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതെല്ലാം മാറ്റി റിമൂവ് ചെയ്ത് റോഡ് സുഗമമാക്കുന്നുണ്ട്. എവിടെയാണ് സാറിന് കാണിച്ചു തന്നത്? 10 മാസം മുന്നേ സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത്. നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട്. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.